ഇതെന്താ സംഭവം എന്താ നമ്മൾ ക്ലീൻ ചെയ്യണം സ്റ്റെറിലൈസേഷൻ മെഷീൻ ഓട്ടോക്ലേവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണ് ഏത് കംപ്ലൈൻറ്റ് നോക്കുന്ന സംഭവം ഇവിടെ തേയ്മാനം വന്നിട്ടുണ്ട് ഈ മെഷീനിന്റെ അതുപോലെ ഇവിടെ കാണാം ഉൾച്ചൂട് ഭാഗമാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതെന്താ സംഭവം എന്താ നമ്മൾ ക്ലീൻ ചെയ്യണം സ്റ്റെറിലൈസേഷൻ മെഷീൻ ഓട്ടോക്ലേവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് എങ്ങനെ എന്ത് ക്ലീൻ ചെയ്യണ സംഭവം നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്ലീൻ ചെയ്യണം അതായത് നമ്മൾ ഇപ്പോൾ പേഷ്യൻസിന്റെ വായിൽ വെക്കുന്നതിന് മുന്നേ നമ്മൾ സ്റ്റെറിലൈസേഷൻ പ്രോട്ടോകോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂനമായ ഒരു മെഷീനാണ് ബി ക്ലാസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണ് അതായത് നമ്മൾ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട് എല്ലാത്തിനും അപ്പോൾ അതാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് സ്റ്റെറിലൈസേഷൻ അതായത് നമ്മൾ ആദ്യം കഴുകി പിന്നെ ഒരു ലിക്വിഡിലിട്ട് വെച്ച് അത് പിന്നെ വളക്കി വൃത്തിയാക്കിയതിന് ശേഷം എത്ര മണിക്കൂർ ഏകദേശം ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം സ്റ്റെറിലൈസ്ഡ് ആണ് നോർമൽ വാട്ടറാണ് നമ്മൾ മിനറൽ വാട്ടർ നമ്മൾ എന്ത് ചെയ്യും സ്റ്റെറിലൈസേഷൻ അത് ഏകദേശം 4 മണിക്കൂർ വേണം അത് വെള്ളം വെച്ചിട്ട് അതാണ് ഇങ്ങോട്ട് വയ്ക്കാം അപ്പൊ അത്രയും ക്ലീൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ആ വെള്ളം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് പിന്നെ ഒരു 3/4 മണിക്കൂർ ആ പ്രോസസ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും വേറെ UV ചാമ്പർ ഉണ്ട് ഉള്ളിൽ ആ വെച്ചതിന് ശേഷം പിന്നെ പേഷ്യന്റ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് സ്കാനറാണ് പല അളവെടുക്കും മറ്റേ കൈ കൊണ്ട് എടുക്കണം ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്താണ്ട് ഇതിനുള്ളിൽ സ്കാൻ ചെയ്യുന്നില്ല സംഭവം ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായ മൊത്തം എടുക്കും ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പല അളവെടുക്കും ടോപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഒരു ദിവസം വന്ന് എടുത്ത് അടച്ച് വെച്ചിട്ട് എടുക്കണം പിന്നെ ലാബിലോട്ട് അയക്കണം എന്നിട്ട് ലാബിൽ നിന്ന് ഒന്ന് കൊണ്ടുപോയി പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവരണം നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യും ഡയറക്റ്റ് ലാബിലോട്ട് എത്തും ലാബിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ എത്തും അതായത് ഫ്ലവർ എത്തണമെങ്കിൽ ടോപ്പ് ഇടണമെങ്കിൽ ഒരു 4-5 ദിവസം പിടിക്കേണ്ടവർക്ക് 2 ഓരോ ദിവസം അല്ലെങ്കിൽ പക്ഷേ ഇന്ന് വന്നാൽ വേണമെങ്കിൽ അർജന്റ് ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കാം അളവ് അങ്ങോട്ട് എത്തണം ലാബിലോട്ട് ഇതിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങോട്ട് പോകും പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലിയർ അലൈനർ എന്ന് പറയും പല്ല് കമ്പിടാക്കും അതിലും തന്നെ ഡോക്ടർ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാബിലോട്ട് അയച്ചു കൊടുത്താൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ കിട്ടും പേഷ്യന്റ് കാണിച്ചു കൊടുക്കാം എന്ത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് ഒരു ഫേസ് എന്നുള്ളതെല്ലാം നമുക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയതിൽ കാണിച്ചു കൊടുക്കാം അതും ഏത് ലാബാണ് അവർക്ക് വേണ്ടത് ആ ലാബ് വ്യത്യാസങ്ങളുണ്ടാകും പല ലാബാകുമ്പോൾ ആ ലാബ് ഏതാണ് നമുക്ക് ചൂസ് ചെയ്യും അകന്ന് കൊടുത്തുവിടാൻ വിശാലമായ പെടുത്തണം
വാ വാ ചാവില്ല